ഇതിന് ശബ്ദമൊന്നുമില്ലല്ലോ. ഇത് എന്താ സാധനം? എൻജിനും ഇല്ല. റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ തന്നെ ദി എക്കോ ഫ്രണ്ട്ലി ദി ഓൾ ഇലക്ട്രിക് XUV 400. അപ്പോ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് കാർ, ദാറ്റ്സ് XUV 400 മഹീന്ദ്രയുടെ. നമുക്ക് മഹീന്ദ്രയുടെ ഒരു ചെറിയ ഹിസ്റ്ററി പറയാല്ലേ. അതെ, മഹീന്ദ്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു പ്രൗഡ്, ഒരു ഇന്നോവേറ്റീവ് ഇന്ത്യൻ ബ്രാൻഡ് ഒരു പ്രൗഡ് കൊണ്ടുവന്നല്ലേ. അത് ഭയങ്കരമായിട്ട് കൊണ്ടുവന്നത് മഹീന്ദ്രയായിരുന്നു. പണ്ടാണെങ്കിൽ ആ സ്കോർപിയോ SUVs ആണല്ലേ മെയിൻ SUVs ഒരു ഇത് കൊണ്ടുവന്നത്. താറ് അങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നത് മഹീന്ദ്രയായിരുന്നു. മഹീന്ദ്ര ഇലക്ട്രിക്കലോട്ടും വരും നമ്മൾ ഒരിക്കലും വിചാരിച്ചു. പണ്ട് റെവ ഒക്കെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? ചെറുതായിട്ട്. അന്ന് അവർ ഇന്നോവേഷൻസിന് ഒരു കുറവില്ല. ഒരു ഇന്ത്യൻ ബ്രാൻഡ്. ഈവൻ ഇതിനകത്തായാലും കുറെ വാല്യൂ ഫോർ മണി ആ ഒരു സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ കുറെ ഫീച്ചേഴ്സ് ആഡ് ഓൺസ് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു കോസ്റ്റ് കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാലും അത്രയ്ക്ക് ഇല്ല. ഇതിപ്പോ ഇലക്ട്രിക് ആയതുകൊണ്ട് അവർക്ക് ഒരു കുറെ കോസ്റ്റ് കട്ടിങ് വന്നിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരെ കാശിനൊന്നും അങ്ങനെ കോസ്റ്റ് കട്ടിംഗ് ഇല്ല. ഫുൾ ഫീച്ചേഴ്സാ. അഡാസ് എന്തൊക്കെ കൊണ്ടുവന്നു, എല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ഫീച്ചേഴ്സും മഹീന്ദ്ര കൊണ്ടുണ്ട്. ഒരു ഇന്ത്യൻ ബ്രാൻഡ്. ഈ കാറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർ ഇതിന് ഒരു ഇലക്ട്രിക് മോഡലിന് വേണ്ടി റീഡിസൈൻ ചെയ്തൊരു കാറാണ്. ആക്ച്വലി ഇത് മഹീന്ദ്രയുടെ 3XO എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. പണ്ട് XUV 300 ഒരു ലുക്ക് ആയിട്ട് ഒരു സാമ്യമുണ്ട്. പക്ഷെ XUV 300-നെക്കാളും വീൽ ബേസും ലെങ്തും സ്പേസും കൂടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത് കുറച്ചുകൂടി നീളമുള്ളതാണ് XUV 300. പക്ഷെ പ്ലാറ്റ്ഫോം നോക്കുമ്പോ XUV 300 സെയിം ലുക്ക് ഒക്കെ, അതൊന്ന് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയി. നമുക്ക് ലുക്സിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഡിസൈൻ ലുക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ബമ്പറിന്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. കാരണം ഇതിന്റെ ഒരു IC എഞ്ചിൻ മാറിയിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി മറ്റേ ഒരു ബാറ്ററി മോട്ടറാണ് ഇതിന്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബ്രീത്തിങ്ങിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനൊരു എക്സ്ട്രാ റേഡിയേറ്റർ കൂളിങ്ങും ഒരു ഫാൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറൊരു ബ്രീത്തിങ്ങിന്റെ ഒരു ആവശ്യകത വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുൾ ക്ലോസ്ഡ് ആണ്. ഒരു നമ്പർ പ്ലേറ്റിന് ആ ഒരു ഗ്രീൻ ആ ഒരു ടെക്സ്ചറിൽ കൊടുത്ത് പ്രോപ്പർ അവിടെ പ്ലേസിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു X ഡിസൈൻ ഇവിടെ കാണാൻ കഴിയും. ഇതപ്പോൾ നമുക്ക് ഒരു കോപ്പർ ഫിനിഷിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആരോ മാർക്സിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷ്. ഇപ്പോൾ ഇതൊരു ആർട്ടിക് വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറാണ്. അപ്പോൾ ഇതിന്റെ പല കളേഴ്സിൽ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് ഒരു ബമ്പറിലും മെയിൻ ബോഡിയിലായിട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സൈഡിലേക്ക് ഹെഡ് ലാംപ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ തന്നെ ഫുള്ളി LED ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല, പക്ഷെ ഇതിന്റെ ഒരു DR മാത്രമാണ് LED വരുന്നത്. ബാക്കി പ്രൊജക്ടർ ഹാലജൻ ആണ്. ബാക്കി ബൾബ്സ് ആണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ആയാലും ഒരു ഡിം ലൈറ്റ് ആയാലും. പിന്നെ ഫോഗ് ഇതിന് വരുന്നില്ല. ബാക്കി കോപ്പർ ഇൻസേർട്സ് ഒക്കെ കൊടുത്ത് നീറ്റ് ലേ ഔട്ട് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോപ്പർ ഫിനിഷ് കാണാം, ഇവിടെ ഒരു കോപ്പർ ഫിനിഷ് കാണാം, XUV 400 ബാഡ്ജിങ് കാണാം. ഈവൻ ആ ടെയിൽ ലൈറ്റ് നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡിഫോഗർ ലൈൻസ് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ പ്ലേസ്മെന്റ് ഇവിടെയാണ്. ശരിക്കും പോപ്പ് ചെയ്ത് പുറത്തേക്ക് തന്നെ നിൽക്കണത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നേരെ പുറത്തേക്കാണ് നിൽക്കുന്നത്. പിന്നെ ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെയാണ്. നല്ല ഇത് കുറച്ചുകൂടിയും XUV 300-നെക്കാളും കുറച്ചുകൂടി ബൂട്ട് സ്പേസ് ഉണ്ട്. എന്താ വെച്ചാൽ കുറച്ചുകൂടിയും നീളം കുറച്ച് ബാക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. XUV 300 കുറച്ചുകൂടിയും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ് ബാക്കിൽ. അതുകൊണ്ട് കുറച്ച് കുറവാണ് ബൂട്ട് സ്പേസ്. ആക്സസ് കുറച്ച് മുകളിലായതുകൊണ്ട് കുറച്ച് ആക്സസ് പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ മാജിക് സീറ്റ്സ് ഉണ്ട്. നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ കുറച്ചുകൂടി നമുക്ക് റൂം കിട്ടും. പിന്നെ ഓവറോൾ നല്ലതാണ്. ബാക്കിൽ 2 സെൻസർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്ക് തന്നെയാണ്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കോമ്പാക്ട് തന്നെയാണ്. നമ്മൾ XUV 300 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ചുകൂടി നീളം കൂടുതലാണ്. എന്താ വെച്ചാൽ XUV 300 ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊരു ഷേപ്പാണ്. ഇത് കുറച്ചുകൂടി ബാക്കിലോട്ട് കുറച്ച് നീളമുണ്ട്. വീൽ ബേസിന് ചെറുതായിട്ട് നീളം കൂടുതലാണ്. പിന്നെ ഓവറോൾ ഈ അലോയ് കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈനാണ്. ഇത് പറയുകയാണെങ്കിൽ 205/65 R16 ടയേഴ്സ് ആണ്. അത്യാവശ്യം നല്ല റൈഡാണ്. 16 ഇഞ്ച് ടയേഴ്സ് ആയതുകൊണ്ട് നല്ല റൈഡാണ്.
നല്ല അലോയാണ്. ഇവിടെ ഒരു കോപ്പർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലോഗോയില്. അല്ല അത്യാവശ്യം നല്ലതാണ്. പിന്നെ റിക്വസ്റ്റ് സെൻസർ ഡ്രൈവേഴ്സിന് ഇവിടെ മാത്രം കൊടുത്തിട്ടുണ്ട്. ബാക്കി സൈഡൊന്നും റിക്വസ്റ്റ് സെൻസർ ഇല്ല, ഇവിടെ മാത്രം റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയറിൽ കിട്ടും. സോ കയറി വരുമ്പോൾ തന്നെ കുഴപ്പമില്ലാത്തൊരു ഫീലാണ്. പക്ഷെ നമുക്ക് കുറെ ഹാർഡ് പ്ലാസ്റ്റിക്സ് കാണാം എല്ലാവിടെയും. ഇത് ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കോപ്പർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കോപ്പർ ഫിനിഷ്. കുറെ കോപ്പർ ഫിനിഷ് നമുക്ക് ത്രൂ ഔട്ട് ബോഡിയും ഇന്റീരിയറിലും കാണാൻ പറ്റും. ടച്ച് സ്ക്രീൻ ഇപ്പോഴത്തെ ടച്ച് സ്ക്രീൻ കുറച്ച് ഡിഫറൻസ് ആണ്. കുഴപ്പമില്ലാത്ത റെസ്പോൺസും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ EV സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം. ഇവിടെ നമുക്ക് എത്ര റേഞ്ച് ഉണ്ട്, ഇവിടെ എനർജി, എത്ര ഡ്രൈവിങ്ങിന്റെ ഒരു ഇത് എല്ലാം കാണിക്കും. പിന്നെ മീഡിയാസ് ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വയേർഡ് ആണ്. ജസ്റ്റ് ഓക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ അത്ര റെസ്പോൺസ് ഇല്ല. ഇപ്പോഴത്തെ ന്യൂ ടച്ച് സ്ക്രീനിൽ കുറച്ച് റെസ്പോൺസ് കൂടുതലുണ്ട്. പിന്നെ ഇവിടെ തന്നെ നല്ല നോബ് കൊടുത്തിട്ടുണ്ട് ഫാൻ സ്പീഡ് കൂട്ടാനും. ഇവിടെ നമുക്ക് എത്ര ടെമ്പറേച്ചർ കുറയ്ക്കണം ആ ലൈറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോൺ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 volt ചാർജിങ് ഉണ്ട്. പുതിയ 2024 മോഡൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതിന്റെ ഗിയറാണ്. നല്ല രസമല്ലേ, BMW ഇൻസ്പയർഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ BMW ഗിയർ നോബ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഫ്ലിക്ക് ചെയ്തിടുന്ന. നല്ല രസമാണ് ഗിയർ നോബ് കാണാൻ. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഫീച്ചർ ഉണ്ട്. നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീച്ചർ, അത് അടിപൊളിയാണ്. ഇവിടെ നമുക്ക് തിരിക്കുമ്പോൾ എത്ര ടേൺ ഇങ്ങനെ എടുത്തു, എത്ര ഡിഗ്രി, എത്ര ടേൺ ആയി, എത്ര ഡയറക്ഷനിൽ ചെക്ക് ടയർ ഡയറക്ഷൻ കാണിക്കും. അത് നല്ലൊരു ആനിമേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ ഇല്ല, ഇവിടെ മിറർ വിത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്, കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ഒരു സോഫ്റ്റ് ഫിനിഷ് കൊടുത്തിട്ട്. ഇവിടെ വോയിസ് ഇതുണ്ട്, വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാൻ ഇവിടെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് അത്യാവശ്യം യൂസബിൾ സൺറൂഫ് തന്നെയാണ്. പിന്നെ സീറ്റിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതെല്ലാം മാനുവലി അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇലക്ട്രിക് അല്ല. വിച്ച് ഇസ് ഓക്കെ. ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച്, ഇവിടെ മിറർ ഓട്ടോ ഡൗൺ ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓട്ടോ ഡൗൺ ഇല്ല. പിന്നെ ഓവറോൾ നല്ലതാണ്. പിന്നെ അത്യാവശ്യം നല്ല സൈസുള്ള ഗ്ലവ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, അവിടെയും ബോട്ടിൽ വെക്കാം, സ്നാക്സ് എന്തെങ്കിലും വെക്കാം. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസിൽ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു ക്യാബിൻ. സോ ഗൈസ്, ഇതിന്റെ ഒരു റിയർ സീറ്റ് കംഫർട്ടിലേക്ക് നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു കുഷനിങ് നല്ല സോഫ്റ്റ് ആണ്. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ഒരു അണ്ടർ തൈ സപ്പോർട്ടൊക്കെ ആയാലും കുറച്ച് കുറവാണ്. പക്ഷെ ഇതിന്റെ ലെഗ് റൂം, നീ റൂം ഇഷ്ടം പോലെയുണ്ട് നമുക്ക്. പിന്നെ എല്ലാ കാസിലും കാണാത്തൊരു കാര്യം ഞാൻ ഇതിൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇതിന്റെ മാഗസിൻ ഹോൾഡേഴ്സ് ത്രെഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു പോക്കറ്റ്സ് കൊടുക്കുന്നതിന് പകരം. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി ഉള്ള ഒരു ചാർജിങ് പോർട്ടിന്റെ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു AC വെന്റിന്റെ ഒന്നും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. 3 point സീറ്റ് ബെൽറ്റ്സ് ഇല്ല, പക്ഷെ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്കൊരു ആംബ്രസ്റ്റും ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഈവൻ ഇതിന്റെ ഡോർ സൈഡിലായാലും ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു കോപ്പർ ബിറ്റ്സിന്റെ ഒക്കെ ഒരു ഇൻസേർട്സ് ആയാലും ഒന്നും കാണാനില്ല, ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ്. പിന്നെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ്, പിന്നെ ഹാൻഡിൽ ടു ഹോൾഡ് ഓൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു റിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗിന്റെ പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് 6 എയർ ബാഗ്സ് ആണ് സ്റ്റാൻഡേർഡ് വരുന്നത്, കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ സാധാരണ എല്ലാ മഹീന്ദ്രയിലും കാണുന്ന കീയാണ്, ഫ്ലിപ്പ് കീ ആണ്. ഇവിടെ ഒരു കോപ്പർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, അതാണ് ചെറിയൊരു വ്യത്യാസം എന്ന് പറയാനുള്ളത്. ഇതിൻ്റെ ചാർജിങ് പോർട്ട് 2 AC-യും DC ടൈപ്പ് ഓഫ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചെളിയും പൊടിയൊന്നും കയറാണ്ടിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കവറും അതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ്. പിന്നെ റിവേഴ്സ് ക്യാമറ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഭയങ്കര ക്ലിയർ ആണ്, കുഴപ്പമില്ല, വലിയ ക്ലാരിറ്റി ഇല്ല, അതാണ് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ അറിയോ, നമ്മള് പാരലൽ പാർക്കിംഗ് ചെയ്യില്ലേ, അപ്പൊ അതിനൊരു സെപ്പറേറ്റ് സാധനം കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഡ്രൈവ് പോയി നോക്കാം. ഇനീഷ്യൽ എടുത്തു പോണ പോലും അറിയണില്ല, ഭയങ്കര സോഫ്റ്റ് ആൻഡ് സൈലന്റ്. ഒരു നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ആയ പോലെ, എഞ്ചിൻ ഇല്ലാത്തോണ്ട് ഇങ്ങനെ തനിയെ വണ്ടി പോണ പോലെ ഒരു ഫീല്. ഇലക്ട്രിക് അല്ലേ, ആ ഒരു നോയിസ് ക്യാൻസലേഷൻ, VH ലെവൽസ് എല്ലാം അടിപൊളി. പിന്നെ സ്മൂത്ത് ആണ്. ഇലക്ട്രിക് ആ റോഡ് നോയിസ് ചെറുതായിട്ട് കേൾക്കാന്നല്ലാണ്ട് ഒരു സൗണ്ട് ഇല്ല. പിന്നെ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? ടു സ്റ്റിഫ് അല്ല എന്നാൽ ടു സോഫ്റ്റ് അല്ല, ഒരു മിഡിൽ ലെവൽ, ഒരു നോർമൽ നമുക്ക് വേണ്ട ഒരു ആ ഒരു ലെവൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. എന്നാ സ്റ്റിഫ്നെസ്സും ഇല്ല, എന്നാ അങ്ങനെ അധികം ജംപ്സോ
കാര്യങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ അവിടെ നോയ്സുകളൊന്നുമില്ല. നല്ലൊരു സസ്പെൻഷനാണ് കൊടുത്തിരിക്കണം മഹീന്ദ്ര. പിന്നെ നല്ല വ്യൂ അല്ലേ, നമുക്ക് ആ ബോണറ്റ് ഫുള്ള് കാണാം. ഒരു നല്ലൊരു വ്യൂലാണ് നിൽക്കുന്നത്. നമ്മുടെ XUV 300 ഒക്കെ സെയിം ഒരു ഡ്രൈവിംഗ് പൊസിഷൻ അല്ലേ. ആകെ ഒരു ലെങ്ത് കൂടിയതല്ലാതെ വേറെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഇതിലില്ല. പിന്നെ ഇത് കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോ നെക്സോണും ZS-EV ആണ് ഉള്ളത്. അതിനോടൊരു കോമ്പറ്റീഷൻ കറക്റ്റ് ആയിട്ട് ആക്കുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നത്. ആ ഒരു ഫുൾ ഡാഷ്ബോർഡിലെ ഒരു ഇൻഫോർടൈൻമെന്റ് ക്ലസ്റ്റർ എല്ലാം 2024 വന്നപ്പോ ഡുവൽ ടോൺ ആയല്ലേ ഇന്റീരിയേഴ്സ് ഒക്കെ. ഒരു ബേജ് കളേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ലൊരു റിച്ച് ഫീൽ ഉണ്ട്. 10.25 ടച്ച് സ്ക്രീൻ വന്നു. ഇവിടുത്തെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാറി, കുറെ ഡിഫറൻസ് വന്നു. ഇവിടെ തന്നെ ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എത്ര റേഞ്ച് ഉണ്ട്, എത്ര കിലോമീറ്റർ പോവും. സർപ്രൈസിംഗ്ലി അതിന്റെ കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗിലെ കൊടുത്തിരിക്കുന്നത് തോന്നും, പക്ഷെ അതിന്റെ എല്ലാ കൺട്രോൾസ് ഇവിടെ കൊടുത്തിരിക്കണം. ഒരു ചേഞ്ച് ആണ്, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ സ്മൂത്ത്നെസ് ആണ്, നല്ല കംഫർട്ടും ഉണ്ട്. സീറ്റ്സ് ചെറുതായിട്ടൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, നമുക്ക് ആ ഒരു സീറ്റിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ ടോൺ കളേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് എന്താ പറയാ എയറി ഫീലിംഗ് കിട്ടുന്നുണ്ട്. സസ്പെൻഷൻ നമ്മളിപ്പോ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ളൊരു വൃത്തികെട്ട റോഡ്സിലേക്കൊക്കെ വരുമ്പോഴും കുഴപ്പമൊന്നുമില്ല അല്ലേ. നല്ല പ്ലാൻഡ് ആണ് സസ്പെൻഷൻ, വലിയ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര മോശമായ റോഡാണ്, എന്നിട്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. 3 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. ഇതിപ്പോ ഫണ്ണിലാണ് നടക്കണത്. ഫാസ്റ്റ് മോഡ് ഉണ്ട്, പിന്നെ ഉള്ളത് ഫിയർലെസിന്റെ ഒരു ഫീൽ നമുക്കൊന്ന് ട്രൈ ചെയ്താലേ. ആ ഇലക്ട്രിക്കിന്റെ പുള്ള് എന്താലേ, ശരിക്കും നമ്മളിങ്ങനെ വലിച്ചെടുക്കണം. എന്താ വെച്ചാ ഇനീഷ്യലി തന്നെ ടോർക്ക് കിട്ടല്ലേ, ഇലക്ട്രിക് അല്ലേ. ഈവൻ ആ ഒരു മോഡ് മാറുമ്പോ ഒരു ഡിസ്പ്ലേയുടെ റെഡ് ഇൻസേർട്സ് ഒക്കെ വന്നിട്ട് ആ ഒരു കംപ്ലീറ്റ് അപ്പീൽ തന്നെ മാറി. അതെ, മൊത്തം മാറും. ഫൺ മോഡിൽ കിടക്കും പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് ശ്രിങ്ക് ആയ പോലെ അല്ലേ. നമ്മുടെ ആ ഒരു ഭാഗം ഫുൾ അങ്ങോട്ട് മോട്ടർ കട്ടായ പോലെ ഒരു ഫീൽ അല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് പവർ. ഓക്കെ, ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഒരു സാധനം ഉണ്ട്, എൽ മോഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ്. അത് നമ്മുടെ ട്രാഫിക്കിലൊക്കെ നല്ല യൂസ് ആണ്. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ആക്സിലേറ്റർ പ്രസ് ചെയ്തിരിക്കല്ലേ, ആക്സിലേറ്റർ വിട്ട റീജൻ അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. റേഞ്ച് അച്ചീവ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ, നമുക്ക് ആക്സിലേറ്റർ മാത്രം യൂസ് ചെയ്താൽ മതി. ആക്സിലേറ്റർ റിലീസ് ചെയ്യുമ്പോൾ തന്നെ റീജൻ നടക്കുന്നുണ്ട്. അതിന് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് എന്ന് പറയും. അത് നല്ല യൂസ്ഫുൾ ഒരു ഫീച്ചർ ആണല്ലേ. അതെ. പിന്നെ നമുക്ക് ഇതിന്റെ സർവീസ് കോസ്റ്റ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇതിന്റെ 2 സർവീസ് കഴിഞ്ഞു. അപ്പോ ലൈക്ക് ഓണർ റിപ്പോർട്ടഡ് ബിലോ 1K ആണ് ഇതിന്റെ ഒരു സർവീസ് കോസ്റ്റിന്റെ ബില്ലൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ചെയ്തതിൽ ഒരു 3K ആയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ ഫിൽറ്റേഴ്സും എല്ലാ ഫ്ലൂയിഡ്സ് ഒക്കെ എല്ലാം റീപ്ലേസ് ചെയ്തു. അതാണ് അവർ അത്രയും കോസ്റ്റിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഇതിനങ്ങനെ വലിയ ഇഷ്യൂസ് 500,000 റേഞ്ച് തന്നെ ആയിട്ടുള്ളൂ അല്ലേ. പിന്നെ ഇതിനങ്ങനെ എഞ്ചിനൊന്നും ഇല്ലാത്തതുകൊണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു തലവേദനയില്ല. ജസ്റ്റ് ബാറ്ററിയും മോട്ടറും മാത്രം തന്നെ കെയർ ഉള്ളൂ. പിന്നെ ബാക്കി വെയർ ഔട്ട് ആണ്, സസ്പെൻഷൻ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ XUVക്ക് നമ്മൾ ഇതുവരെ കംപ്ലൈന്റ്സ് അങ്ങനെ കേട്ടിട്ടില്ല. ബാക്കി ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ നെക്സോണിന് ഫുൾ കംപ്ലൈന്റ്സും ഇഷ്യൂസ് ആയിരുന്നു. അതിൽ മഹീന്ദ്രയ്ക്ക് ഒരു ബിഗ് അച്ചീവ്മെന്റ് തന്നെ കൊടുക്കണം. എന്താ വെച്ചാൽ അവർ ഈ ഇലക്ട്രിക് പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരും ചെയ്തു. അവരുടെ ഒരു ഫസ്റ്റ് ഇലക്ട്രിക് പ്രൊഡക്റ്റ് ഭയങ്കര ഒരു നീറ്റ് പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ഒരു ഇഷ്യൂസ് ഇങ്ങനെ ഫോൾസ് എടുത്ത് പറയാനില്ല. ആകെ പറയാനുണ്ടായത് ഈ ഒരു ബ്ലാക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സിന്റെ ഒക്കെ ഒരു ബിറ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു മറ്റേ ഡുവൽ ടോൺ കളർ കൂടി വന്നപ്പോ വലിയ പ്രശ്നമില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളാ കുഴിയൊക്കെ ചാടിയപ്പോഴും അടിയൊന്നും തട്ടണുള്ള നല്ലൊരു. ഇതിനപ്പോ നിലവിൽ 2 ഓപ്ഷൻസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 34.5 കിലോവാട്ട്സിന്റെ 39.4 കിലോവാട്ട്സിന്റെ ബാറ്ററി പാക്ക് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഇപ്പൊ റേഞ്ച് ഏകദേശം ഇപ്പൊ ഈ ഒരു മോഡലിൽ പറയുന്നത് 300 കിലോമീറ്റേഴ്സ് അടുത്താണ് നമുക്ക് കിട്ടുന്നത്, 400 പറഞ്ഞിട്ടും. പക്ഷെ ഒരു റിയൽ ലൈഫ് വേൾഡ് നോക്കുമ്പോ 300 കിട്ടുള്ളൂ അല്ലേ, കിട്ടുന്നുള്ളൂ. അതിലൊരു 250 വരെ ഈസിലി നമുക്ക് റിലാക്സ് ചെയ്ത് അച്ചീവ് ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള 50 നമുക്കൊരു നെക്സ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഒരു പോയിന്റ് വരെ എത്തുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ലൈക്ക് ഇതൊരു സിറ്റി കാർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹൈവേ റണ്ണും കുഴപ്പമില്ല. 250 വരെ റേഞ്ച് ഉണ്ടല്ലോ. അധികം ഓവർ റേഞ്ച് വേണമെങ്കിൽ ZS-EV എടുക്കേണ്ടി വരും. അതിന് കുറച്ചുകൂടി റേഞ്ചും കുറച്ച് ഫീച്ചേഴ്സും കൂടുതലുണ്ട്. പക്ഷെ മഹീന്ദ്ര കൊണ്ടുവന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് XUV. ഇനി വേർഡിക്റ്റിൽ കയറല്ലേ, ഇതിന്റെ പ്രൈസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു മോഡലിന്റെ ഓൺ റോഡ് പ്രൈസിങ് ആയത് ഏകദേശം 26 lakhs അടുത്താണ് ഇപ്പോ വരുന്നത്.
അതായത് ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 39.4 കിലോ വാട്ട്സിന് 26 ലാക്ക് വരും. ഈ ഒരു പെർട്ടിക്കുലർ മോഡലിന് 21 ലാക്സ് അടുപ്പിച്ചാണ് ഒരു റേറ്റ് വരുന്നത്. അതിലും കുറഞ്ഞ മോഡൽസിന്റെ ഉണ്ട്. അപ്പോൾ പ്രീമിയം ഈ ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേസ് എല്ലാം ഒരു കോസ്റ്റ് കട്ടിങ് വരുന്നുണ്ട്. അങ്ങനെ ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. ഇറ്റ്സ് എ വെരി ഗുഡ് കാർ. ഇപ്പത്തെ ആണെങ്കിൽ കുറച്ചുകൂടി ഇന്റീരിയറും കുറച്ച് റിച്ച് ഫീലും ഉണ്ട്. നല്ല ഈ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീനും നല്ല ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വന്നിട്ട് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഇഫ് യു വാണ്ട് ഫീച്ചേഴ്സ് ആൻഡ് മോർ റേഞ്ച് ടേക്ക് ദി ZS EV അല്ലേ? സോ ബ്രേക്കിംഗ് അടിപൊളി അല്ലേ? നല്ല ബ്രേക്കിംഗ്, ഫുൾ ഡിസ്ക് ബ്രേക്സ് ആണ്, നല്ല ബ്രേക്കിംഗ്. പിന്നെ റീജൻ അത്ര ഓവർ റീജൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എൽ മോഡിൽ ഇടുമ്പോൾ മാത്രമാണ് കുറച്ചുകൂടി റീജൻ ആവായിരുന്നു. സോ ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് XUV. നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ്, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതെ, ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഇഫ് യു വാണ്ട് ഫീച്ചേഴ്സ് ആൻഡ് മോർ റേഞ്ച് then go for ZS EV MG. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇങ്ങനെ പോവാം. താങ്ക് യു. അപ്പോൾ അതായിരുന്നു നമ്മുടെ XUV 400 EVയുടെ റിവ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ആ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനൊപ്പം നിങ്ങളുടെ കമൻസും അതുപോലത്തെ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഇനി വീഡിയോസ് സ്റ്റുപ്പിഡ് ചീസും കാണാനായി ഡു സബ്സ്ക്രൈബ് ടു റിവ്യൂരിസം. ആൻഡ് അൺടിൽ ദെൻ വിൽ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ.